നമസ്കാരം, ഇത് IBN മലയാളം. കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ പേരിൽ രാഷ്ട്രീയ ഭേദമന്യേ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്കാണ്. അതേസമയം നിശബ്ദമായ മറ്റൊരു വിപ്ലവം കൂടി ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടക്കുന്നുണ്ട്. അതാണ് റെയിൽവേ വികസനം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ, അതായത് 1947 ഇന്ത്യയിലെ ആകെ റെയിൽവേ നെറ്റ്വർക്ക് ഏതാണ്ട് 54,697 കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ 2012 ആകുമ്പോൾ അത് 64,600 കിലോമീറ്റർ മാത്രമാണ് കൂടിയത്. അതായത് സ്വാതന്ത്ര്യം കിട്ടി 65 വർഷം കഴിഞ്ഞിട്ടും റെയിൽവേ വികസനം ഉണ്ടായത് ഏകദേശം 10,000 കിലോമീറ്റർ മാത്രമാണ്. ഇക്കാലം കൊണ്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടും ആവശ്യത്തിന് റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നതിനോ, മികച്ച ട്രെയിനുകൾ ഇറക്കുന്നതിനോ, നിലവിലുള്ള ലൈനുകൾ ഇരട്ടിയാക്കുന്നതിനോ, നിലവിലെ പാതകളിലെ അപാകതകൾ പരിഹരിച്ച് ട്രെയിനുകൾ കൂടുതൽ വേഗത്തിൽ ഓടിക്കുന്നതിനോ, വൈദ്യുതീകരിക്കുന്നതിനോ, റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനോ ഒന്നും മാറി മാറി വന്ന ഭരണാധികൾ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ത്യൻ റെയിൽവേയെ ലോകത്തിലെ ഏറ്റവും വലിയ കക്കൂസ് എന്നാണ് അടുത്ത കാലം വരെയും വിളിച്ചിരുന്നത്. പഴകിയ ബോഗികൾ, ഒരിക്കലും കൃത്യസമയം പാലിക്കാതെ ഓടുന്ന ട്രെയിനുകൾ, ദുർഗന്ധം വമിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകൾ, വൃത്തിഹീനമായ ട്രെയിനിലെ ടോയ്ലറ്റുകൾ, അങ്ങനെ ട്രെയിൻ യാത്ര ദുരിതപൂർണമായിരുന്നു. 2014 മുതൽ ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾക്കാണ് റെയിൽവേ മേഖല സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 31,000 കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. അതിൽ പുതിയ പാതകളും നിലവിലുള്ള പാതകൾ ഇരട്ടിപ്പിക്കലുമൊക്കെ ഉൾപ്പെടും. സ്വാതന്ത്ര്യാനന്തരം 60 വർഷങ്ങൾ കൊണ്ട് 21,800 കിലോമീറ്റർ റെയിൽവേ ശൃംഖലയായിരുന്നു വൈദ്യുതീകരിച്ചതെങ്കിൽ 2014 മുതൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 40,000 കിലോമീറ്റർ റെയിൽ ശൃംഖല വിജയകരമായി വൈദ്യുതീകരിച്ചു. റെയിൽവേ വൈദ്യുതീകരണം 97% രാജ്യത്ത് പൂർത്തിയായി. 2015 പ്രതിദിനം 4 കിലോമീറ്റർ റെയിൽവേ ലൈൻ നിർമ്മിച്ചിരുന്ന ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ പ്രതിദിനം 15 കിലോമീറ്റർ ആണ് നിർമ്മിക്കുന്നത്. ചരക്ക് നീക്കത്തിനായി മാത്രം പ്രത്യേക റെയിൽ കോറിഡോറുകൾ നിർമ്മിക്കുന്നു. പുതിയ തലമുറ ട്രെയിനുകളായ വന്ദേ ഭാരത്, വന്ദേ മെട്രോ, വന്ദേ സ്ലീപ്പേഴ്സ്, അമൃത് ഭാരത്, നമോ ഭാരത് എന്നിവ വികസിപ്പിച്ചെടുക്കുകയും അതിവേഗം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. 2030 വന്ദേ ഭാരത് മോഡലിൽ 40,000 പുതിയ കോച്ചുകൾ നിർമ്മിക്കാനാണ് റെയിൽവേ ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യത്തുടനീളം 1309 സ്റ്റേഷനുകൾ പുനർനിർമ്മിക്കുന്നു. മെട്രോ റെയിൽ സംവിധാനങ്ങൾ ഇന്ത്യയിലുടനീളം നിലവിൽ 17ലധികം നഗരങ്ങളിൽ സർവീസ് നടത്തുന്നു. 900-ലധികം കിലോമീറ്റർ മെട്രോ റൂട്ട് ഇതിനകം പ്രവർത്തനക്ഷമമാണ്. നിലവിൽ 2000-ലധികം കിലോമീറ്റർ മെട്രോ റെയിൽ നിർമ്മാണം അനുമതി നിർദ്ദേശഘട്ടത്തിലാണ്. ഇന്ത്യൻ റെയിൽവേ അതിന്റെ ശൃംഖല അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്കും വികസിപ്പിക്കുന്നു. അതായത് ചൈനയുടെ അതിർത്തി വരെ ഇന്ത്യൻ റെയിൽവേ എത്തുന്നു. കശ്മീരിലെ ശ്രീനഗർ വഴി പാകിസ്ഥാൻ അതിർത്തിയായ ബാരമുള്ള വരെയുള്ള പാത ഈ മാസം ഉദ്ഘാടനം നടക്കും. ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വഴി ബാരമുള്ള വരെയുള്ള റെയിൽവേ ലൈൻ പ്രോജക്റ്റ്, അതായത് USBRL 1995 നരസിംഹറാവുവിന്റെ കാലത്താണ് തുടങ്ങിയതെന്ന് ഓർക്കണം. അത് പൂർത്തിയാകുന്നത് 2025. ഡൽഹിയിൽ നിന്നും നേരിട്ട് ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിന്റെ ആദ്യ സർവീസ് ഈ മാസം അവസാനത്തോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലവുമായ ചിനാബ് റെയിൽവേ പാലം, അതായത് ചിനാബ് ബ്രിഡ്ജ് ഈ റൂട്ടിലാണ്. ആ പാലത്തിലൂടെ നടന്ന ട്രയൽ റൺ കണ്ട് കോരിത്തരിക്കാത്തവർ ആരും ഉണ്ടാകില്ല. മുംബൈ നഗരത്തിന്റെ ജീവനാഡിയായ മുംബൈ ലോക്കൽ ട്രെയിനുകൾ എയർ കണ്ടീഷനിങ് ചെയ്യാനുള്ള പദ്ധതിയും തുടങ്ങിക്കഴിഞ്ഞു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ 2028 പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് കരുതുന്നു. ഈ നേട്ടങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയെടുത്തതാണ്. 1947 മുതൽ 2014 വരെ രാജ്യം ഭരിച്ചവർ ഇതിന്റെ 10% പരിശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ പണ്ടേ മാറിയേനെ. ഇപ്പോഴും കേരളത്തിൽ കൂടി സർവീസ് നടത്തുന്ന ദീർഘദൂര ട്രെയിനുകളുടെയൊക്കെ കോച്ചുകളൊക്കെ വളരെ പഴകിയതാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അതേസമയം കേരളത്തിലടക്കം റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം നടക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കുറിച്ച് പറയാതെ ഇത് പൂർത്തിയാകില്ല. നിതിൻ ഗഡ്കരിക്ക് റോഡ് നിർമ്മാണം എങ്ങനെയാണോ അതുപോലെയാണ് അശ്വിനി വൈഷ്ണവിന് ഇന്ത്യൻ റെയിൽവേയുടെ നവീകരണവും. IIT കാൺപൂർ, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അശ്വിനി വൈഷ്ണവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു.
തൻ്റെ പഠനത്തിലെ മികവും ഉദ്യോഗസ്ഥ തലത്തിലെ അനുഭവ സമ്പത്തും ഉപയോഗിച്ച് അദ്ദേഹം ഇന്ത്യൻ റെയിൽവേക്ക് പുതിയൊരു മുഖം നൽകുകയാണ്. ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതിൻ്റെ നേട്ടങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ചാർജ് അല്പം കൂടിയാലും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയാൽ ജനം കൂടുതലായി ട്രെയിനിൽ യാത്ര ചെയ്യും. ടിക്കറ്റ് നിരക്കിനേക്കാൾ ജനം പരിഗണന നൽകുന്നത് സുഖകരവും സുരക്ഷിതവുമായ യാത്രയ്ക്കാണ്. കേരളത്തിൽ കൂടി ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ എപ്പോഴും ഫുള്ളായാണ് ഓടുന്നത് എന്നത് തന്നെ ഇതിന് ഉദാഹരണമാണ്. എന്തായാലും അടുത്ത 4-5 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ പൂർണ്ണമായും മാറും എന്നുറപ്പ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.